ആണോ? അപ്പുറത്ത് കുറച്ച് പേര് പറഞ്ഞു ആനന്ദ കണ്ണീരാണ്. ഇത് ആനന്ദ കണ്ണീരാണോ? ആ പേര് എന്താണ്? അതിനിപ്പോഴേ കരയുകയാണ്. കരഞ്ഞ് ഫസ്റ്റ് മേടിക്കുന്ന കൂട്ടരാണ് നിങ്ങൾ. അതെ. ഗോപിക, ഇത് എന്ത് പായസമാണ്? ഡേറ്റ്സ് പായസം. ശ്രദ്ധിക്കുക, ഓരോ പായസത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. എല്ലാവരും ഒരേ തരം പായസമല്ല ഇവിടെ ഉണ്ടാക്കുന്നത്. ഏതായാലും നിങ്ങൾക്ക് സമ്മാനം കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. പായസം ഇപ്പോൾ ഏകദേശം രസത്തിന്റെ അവസ്ഥയിലാണ്. കുറച്ച് കഴിയുമ്പോൾ പായസമായി മാറിക്കൊള്ളൂ. നമുക്കിനി അടുത്ത ടീമിനെ പരിചയപ്പെടാം. ഹലോ പോയി ശ്രദ്ധിച്ചേ. ഇവിടെ പേര് ജിനേഷ്. ഏതാ ഡിപ്പാർട്ട്മെന്റ്? MBA. എന്താ പായസം? ആരാണ് ഈ പായസം ഉണ്ടാക്കൽ ചടങ്ങിന്റെ മുഖ്യ കാർമ്മികൻ? രാകേഷ്. രാകേഷിന് ഇതുപോലെ എന്താ പായസം ഉണ്ടാക്കിയുള്ള പരിചയം ആണോ? ഇതിന് മുന്നത്തെ കോളേജിൽ പായസം ഉണ്ടാക്കുകയായിരുന്നു പരിപാടി? അല്ല. ശരി. ഏതായാലും സാധാരണ കോളേജുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ പായസ മത്സര മാമാങ്കമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരിൽ ആർക്ക് പായസം ഉണ്ടാക്കുന്നതിൽ ഒന്നാം സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പായസം കുടിക്കുന്നതായിരിക്കും. ഒഡീസിയ ക്യാമ്പസ് ഓണക്കാലം തിരുവല്ലാമല നെഹ്റു കോളേജിൽ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് നാടൻ പാട്ടുകളുടെ ഒരു സ്ട്രിംഗ് ആണ്. കാത്തിരുന്ന് കാണുക. തിത്താം തൈതാരാ തകതൈതകതാരാ തിത്താം തൈതാരാ തകതയ്യം ദിനം താരാ തിത്താം തൈതാരാ തകതൈതകതാരാ തിത്താം തൈതാരാ തകതയ്യത്തിനും താരാ തിത്താം തൈതാരാ തകതൈതകതാരാ തിത്താം തൈതാരാ തകതയ്യം ദിനം താരാ തിത്താം തൈതാരാ തകതൈതകതാരാ തിത്താം തൈതാരാ തകതയ്യത്തിനും താരാ അത്തം പൂത്തിറങ്ങേ താരാ അഞ്ഞായി പൂവിരിഞ്ഞേ ചിത്തിര കതിരു കണ്ടു താര സുന്ദരം പൂക്കും പോലെ അത്തം പൂത്തിറങ്ങേ തകതയ്യത്തിനും താരാ തിത്താം തൈതാരാ തകതയ്യത്തിനും താരാ ചെമ്മാനം പൂവിരിഞ്ഞേ പണ്ടുത്തരാടം വിരിഞ്ഞേ ഉത്തരാടക്കളത്തിൽ എത്തും മാവേലി തമ്പുരാനേ ചെമ്മാനം പൂവിരിഞ്ഞേ പണ്ടുത്തരാടം വിരിഞ്ഞേ ഉത്തരാടക്കളത്തിൽ എത്തും മാവേലി തമ്പുരാനേ എന്തെല്ലാം കാഴ്ചയുണ്ട് താര കണ്ടെന്നു തന്തോയിപ്പാ കുട്ടും കുറവയുണ്ട് താര ഒട്ടേറെ ഘോഷമുണ്ട് തിത്താം തൈതാരാ തകതൈതകതാരാ തിത്താം തൈതാരാ തകതയ്യത്തിനും താരാ മലയാളിയാണോ, ഓണമാണോ, അത്തപ്പൂക്കളമില്ലാതെ എന്തോണം? ഈ കോളേജിലെ കുട്ടികൾ ഒട്ടേറെ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇവിടെയുണ്ട്. അവരെല്ലാവരും തന്നെ നല്ല ഭംഗിയുള്ള വളരെ വ്യത്യസ്തമായ അത്തപ്പൂക്കളങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നമുക്കത് കാണാം. ഒഡീസിയ ക്യാമ്പസ് ഓണക്കാലത്തിൽ നമ്മളിപ്പോൾ ഉള്ളത് തിരുവല്ലാമല നെഹ്റു കോളേജിലെ കുട്ടികൾ ഒരുക്കിയ മനോഹരമായ ഒരു പൂക്കളത്തിന് മുൻപിലാണ്. കോളേജിൻ്റെ എംബ്ലം നടുക്കുണ്ട്. ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്ന മാമാങ്കം എന്താണെന്ന് നോക്കുക. ഉച്ചയായി, നല്ലോണം വിശന്നു തുടങ്ങി. ഇവിടെ ഈ കോളേജിൽ 30,000-ലധികം കുട്ടികൾ പഠിക്കുന്നുണ്ട്. മറ്റ് സ്റ്റാഫുകളും എല്ലാവരും കൂടെ ചേർന്ന് ഒരു 3,500 പേർക്കുള്ള ഓണസദ്യ ഇവിടുത്തെ ക്യാൻറ്റീനിൽ റെഡിയാണ്. നമുക്ക് അവിടേക്ക് പോകാം.
ഓണക്കാലം നമ്മളിവിടെ നെഹ്റു കോളേജിൽ ആഘോഷിക്കുകയാണ്. നെഹ്റു കോളേജിന് ഇവിടെ നടക്കാൻ പോകുന്നത് ആവേശോജ്വലമായ ഉറിയടി മത്സരമാണ്. നിങ്ങൾ തയ്യാറല്ലേ? സൂരജിനെ വെള്ളത്തിൽ കുളിപ്പിച്ചുകൊണ്ട് ഉറിയടി മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. നനഞ്ഞു കുളിച്ചുകൊണ്ട് അഭിജിത്ത് ഉറിയടി മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉറിയിലേക്ക് അടിക്കുവാനായി നന്നായി പൊക്കമുള്ള അഭിജിത്ത് ചാടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതുവരെ എത്താനായി സാധിച്ചിട്ടില്ല. അഭിജിത്ത് നന്നായി കുളിച്ചു കഴിഞ്ഞു. ഇനി ഉറിയടിച്ചു പൊട്ടിക്കൂ. സഫാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. സഫാൻ കുളിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. സഫാൻ താങ്കളുടെ സമയം കഴിഞ്ഞിട്ടില്ല. രാകേഷിനെ കുളിപ്പിച്ചുകൊണ്ട് രാകേഷിന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. നന്നായി കുളിക്കുന്നു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ഉറിയിലേക്ക് രാകേഷ് എത്തുന്നില്ല. ഇത്രയും പൊക്കമുള്ള രാകേഷ് അടിച്ചു പൊട്ടിക്ക് ഉറി വന്നു കഴിഞ്ഞു. ശ്രദ്ധിച്ചു നോക്കുക. കിട്ടി. വെറും 2 സെക്കൻഡുകൾക്കുള്ളിലാണ് നോബിൾ ഉറി അടിച്ചു പൊട്ടിച്ചിരിക്കുന്നത്. ഒഡീസിയ ക്യാമ്പസ് ഓണക്കാലം നമ്മൾ നെഹ്റു കോളേജിൽ കൊണ്ടാടുകയാണ്. ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് ആവേശോജ്വലമായ വഴുക്കൽ മരം മത്സരമാണ്. ഈ മരത്തിന്റെ തൊലി എടുത്ത് കളച്ചിരിക്കുകയാണ്. തോലുരിഞ്ഞ് കളഞ്ഞിരിക്കുകയാണ്. നല്ലോണം വഴുക്കലുണ്ട് ഇതിൽ. മാത്രമല്ല ഒരല്പം എണ്ണയും ഒരല്പം മുട്ടയൊക്കെ ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടസ്റ്റൻസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ നടക്കുക. ഇവരെ സഹായിക്കുവാനായി 2 വശത്തും വോളണ്ടിയേഴ്സ് ഉണ്ടായിരിക്കുന്നതാണ്. ഏതായാലും നമുക്ക് മത്സരത്തിലേക്ക് കിടക്കാം. ആരാണ് ആദ്യത്തെ കണ്ടസ്റ്റന്റ്? ആരാണ്? വഴുക്കൽ മരം മത്സരത്തിലെ ആദ്യത്തെ കണ്ടസ്റ്റന്റിനെ നമുക്ക് പരിചയപ്പെടാം. പേര് വിഷ്ണു. 2 കൈയിലും ഈ ബോളുമായി ഇതിലൂടെ നടക്കുന്ന സമയത്ത് എങ്ങാനും 2 കാലും 2 വശത്തേക്ക് വഴുതിപ്പോയാൽ വിഷ്ണു പിന്നെ എന്തായി തീരും? അതെ വിഷ്ണു. ഏതായാലും വിഷ്ണുവിന്റെ ആരോഗ്യത്തിനും മത്സര വിജയത്തിനും നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. ഒരു വലിയ കൈയടി. അതീവ സാഹസികമായ ഈ മത്സരത്തിന് വിഷ്ണുവിനെ പ്രോത്സാഹിപ്പിക്കാം നമുക്ക്. വലിയൊരു കൈയടി. വിഷ്ണു പോട്ടെ. ഏതായാലും വലിയ അത്യാഹിതങ്ങളൊന്നും സംഭവിക്കാതെ നമുക്ക് വിഷ്ണുവിനെ തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. ബോളുമായി മുകളിൽ നിൽക്കുന്ന സുഹൃത്ത്, താങ്കളുടെ പേരെന്താണ്? രാഹുൽ. ഈ യുദ്ധഭൂമിയിൽ രാഹുൽ സാഹസികമായി തന്നെ വിജയിക്കട്ടെ. പതുക്കെ സമയമെടുത്ത് വഴുക്കൽ മരത്തിൽ കയറി മത്സരിക്കുവാനായി വരുന്ന 3ാമത്തെ മത്സരാർത്ഥി എവിടെ? മുകളിലേക്ക് വലിഞ്ഞു കയറിയിരിക്കുന്ന നമ്മുടെ ഈ സുഹൃത്തിനെ പരിചയപ്പെടണം. പേര് അനൂപ്. Prove that you have the balls. പോട്ടെ. ഒരു ചുവടായി കൃത്യമായി തന്നെയാണ് വെച്ചിരിക്കുന്നത്. പതുക്കെ സമയമെടുത്ത് ആലോചിച്ച് ബാലൻസ് ഒക്കെ എടുത്ത് ജംബോ സർക്കസിൽ എടുക്കുന്നതായിരിക്കും. വീടരുത്. വീഴാൻ പാടില്ല. വീടരുത്. ഒഡീസിയ ക്യാമ്പസ് ഓണക്കാലം നമ്മൾ നെഹ്റു കോളേജിൽ ആഘോഷിക്കുമ്പോൾ അടുത്ത മത്സരാർത്ഥി പേര് രാകേഷ്. വെരി ഗുഡ് രാകേഷ്. പോകരുത്. ഓട്ടോമൊബൈൽ കാർത്തിക്. നോക്കി ആലോചിച്ച് സമയമെടുത്ത് പതുക്കെ ചരിഞ്ഞ് നടക്കാൻ കഴിഞ്ഞാൽ ചരിഞ്ഞ് നടന്നു. അവസാനം മറിഞ്ഞു വീണെങ്കിലും ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഓട്ടോമൊബൈലിലെ സുഹൃത്ത് തന്നെയാണ്.
കഴിഞ്ഞ 10 വർഷവും കടന്നുപോയത് ഓരോ വർഷവും ഓരോ പ്രോഗ്രാം ചെയ്യുമ്പോഴും ഇവിടുത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും മനസ്സറിഞ്ഞ് ഉള്ളറിഞ്ഞ് എല്ലാം വളരെ നന്നായി ചെയ്തിട്ടുള്ള ഒരു അനുഭവമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തിരുവില്ലാമലയുടെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന രീതിയിൽ വളരെ ചരിത്രപ്രധാനമായ ഈ മണ്ണിൽ ഈ നെഹ്റു കോളേജ് സ്ഥിതി ചെയ്യുമ്പോൾ ഇവിടുത്തെ വിദ്യാർത്ഥികൾ ആ ഒരു കലയുടെയും സംസ്കാരത്തിൻ്റെയും എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന ഈ ഓണാഘോഷ പരിപാടി വളരെ ഗംഭീരമായിരിക്കുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ചാരിതാർത്ഥികമായ കാര്യം. DCA ക്യാമ്പസ് ഓണക്കാലം നമ്മൾ ഇവിടെ നെഹ്റു കോളേജിൽ ആഘോഷിക്കുമ്പോൾ ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് ആഘോഷപൂർണ്ണമായ ആവേശപൂർണ്ണമായ വടംവലി മത്സരമാണ്. ഒഡീസിയ ക്യാമ്പസ് ഓണക്കാലം നമ്മൾ നെഹ്റു കോളേജിൽ ആഘോഷിക്കുമ്പോൾ വാശിയേറിയ ലീഗ് മത്സരങ്ങളിൽ കൂടി വിജയിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത് 2 ടീമുകളും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ്. S5 MEC, S7 MEC. Big round of applause, come on! ആവേശോജ്വലമായ വടംവലി മത്സരമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ മത്സരം S7 MEC വിജയിച്ചെങ്കിൽ രണ്ടാമത്തെ മത്സരം വിജയിച്ച് S5 തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനി ഫൈനൽ ഓഫ് ദി ഫൈനൽസ്, ലാസ്റ്റ് മാച്ച്. ഒഡീസിയ ക്യാമ്പസ് ഓണക്കാലം നമ്മൾ നെഹ്റു കോളേജിൽ തിരുവല്ലാമല നെഹ്റു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് സെന്ററിൽ ആരംഭിക്കുമ്പോൾ ഇവിടെ വാശിയേറിയ വടംവലി മത്സരത്തിന്റെ ഫൈനൽ വിജയിച്ചിരിക്കുന്നത് S7 MEC ആണ്. ഒഡീസിയ ക്യാമ്പസ് ഓണക്കാലം നമ്മൾ ഇവിടെ തിരുവല്ലാമല നെഹ്റു കോളേജിൽ ആഘോഷിക്കുമ്പോൾ ഇന്ന് ഇവിടെ മത്സരങ്ങളൊക്കെ പൂർണ്ണമാവുകയാണ്. ഇനി നടക്കാൻ പോകുന്നത് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ സെറിമണിയാണ്. അവിടേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒഡീസിയ ക്യാമ്പസ് ഓണക്കാലം നമ്മൾ തിരുവല്ലാമലയിലെ നെഹ്റു കോളേജിൽ അടിച്ചു പൊളിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം ഇപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അരങ്ങൊഴിഞ്ഞ ഒരു അംഗത്തിന്റെ അവസ്ഥയാണ്. ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ച ചുണക്കുട്ടന്മാരും ചുണക്കുട്ടികളും ഇവിടെ നമ്മളോടൊപ്പം ഉണ്ട്. ഏതായാലും ഒഡീസിയയുടെ വക ഇവർക്ക് സ്നേഹോപഹാരം നൽകുന്നതിനായി ഇവരെ ഞാൻ പേരെടുത്ത് വിളിക്കുകയാണ്. ആദ്യമായി പൂക്കള മത്സരത്തിൽ വിജയിച്ച S4 MCA രാകേഷിന് ഒഡീസിയയുടെ വക സ്നേഹോപഹാരം. അടുത്തത് പായസ മത്സരത്തിൽ ഡീസൽ പായസം ഉണ്ടാക്കി, മത്തങ്ങ പായസം ഉണ്ടാക്കി, ശരിയല്ലേ? അല്ല, പിന്നെ എന്ത് പായസമായിരുന്നു? പരിപ്പ് പ്രഥമൻ ഉണ്ടാക്കി എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞ MCA വിദ്യാർത്ഥികൾ, അവർക്കാണ് ഒന്നാം സമ്മാനം. ഒഡീസിയയുടെ വക സ്നേഹോപഹാരം. ഇനി ആവേശകരമായ സാഹസികമായ വഴുക്കൽ മത്സരം. വഴുകി വിജയത്തിൽ എത്തിച്ചേർന്ന വിജയിച്ച അനൂപിനെ ക്ഷണിച്ചുകൊള്ളുന്നു. മുണ്ടക്കി അഴിച്ചിടുന്ന അനൂപിനെ ഒഡീസിയയുടെ വക സ്നേഹോപഹാരം. ഉറിയടി മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ നോബിൾ S7 ഓട്ടോമൊബൈൽ. നോബിൾ വേഷമൊക്കെ മാറി കൂട്ടപ്പന എത്തിയിരിക്കുകയാണ്. നോബിളിന് ഒഡീസിയയുടെ വക സ്നേഹോപഹാരം. അവസാന മത്സരം ഇവിടെ തകർത്ത് കൊണ്ടാടിയ ഗംഭീരമായ മത്സരം. എന്ത് മത്സരമായിരുന്നു അത്? വടംവലി മത്സരം. S7 MECലെ വിദ്യാർത്ഥികളെ വരിക. ഇന്നത്തെ വടംവലി മത്സരത്തിൽ ഇവിടെ തകർത്ത് വാരിയ നിങ്ങളാണ്. ക്യാമറ അവിടെ. നിങ്ങൾക്ക് ഒഡീസിയയുടെ വക സ്നേഹോപഹാരം. ഒഡീസിയ ക്യാമ്പസ് ഓണക്കാലം നമ്മൾ ഇവിടെ ഏത് കോളേജിലാണ്? തിരുവല്ലാമല നെഹ്റു കോളേജിൽ അടിച്ചു പൊളിച്ചിരിക്കുകയാണ്. മത്സരങ്ങൾ കഴിഞ്ഞെങ്കിലും ആവേശം തീർന്നിട്ടില്ല, ശരിയല്ലേ? അപ്പോ ഇത്രയും നേരം ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഹാപ്പി ഓണം. We love Amrita TV. We love Odisha. Thank you. Happy Onam.